വൈദ്യനെ കണ്ട മേരിക്ക് ഷീമോൻ ബ്രെഡ് കൊടുത്തു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേര് ശ്രീമോൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വൈദ്യനെ കണ്ട മേരിക്ക് ശ്രീമോൻ ബ്രെഡ് കൊടുത്തു. വൈദ്യശാസ്ത്ര മൊബൈൽ 2025 വൈദ്യശാസ്ത്ര നൊബേൽ ഉറപ്പിക്കാം 1 മാർക്ക്. വൈദ്യനെ കണ്ട മേരിക്ക് ശ്രീമോൻ ബ്രെഡ് കൊടുത്തു. ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നൊബേൽ സമ്മാനത്തെ പറ്റിയാണ്. അപ്പോൾ നൊബേലിന്റെ ചെറിയൊരു ചരിത്രമൊക്കെ പറഞ്ഞ്, കൂടാതെ എന്താണ് നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തികളെ നമുക്കൊരു കോഡിലൂടെയൊക്കെ പരിചയപ്പെടാം. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടുമിക്ക നൊബേൽ പ്രൈസുകളും 3 വ്യക്തികൾ വീതം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. 3 വ്യക്തികൾ വീതം വരുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് എന്താണ്, പഠിക്കാൻ പാടാണ്, കൺഫ്യൂസ്ഡ് ആണ്, ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ നൊബേൽ എന്നൊക്കെ നമ്മൾ മൊത്തത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തി നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റി കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ക്ലാസ്സിലേക്ക് കിടക്കാം. നൊബേലിന്റെ ചരിത്രം ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്നതിലുപരി നമ്മുടെ PSC പരീക്ഷകളുടെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ഇത്തരം ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. നോബൽ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം 1900 ജൂൺ 29 രൂപം കൊണ്ടത്. നൊബേൽ ഫൗണ്ടേഷൻ നമ്മുടെ ആൽഫ്രഡ് നൊബേലാണ് ഈ ഒരു നൊബേൽ ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് 1900 ജൂൺ 29. അദ്ദേഹം ഓരോ പുരസ്കാരത്തിനും പ്രത്യേകം നൊബേൽ സമിതികൾ രൂപീകരിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ പുരസ്കാരത്തിനും പ്രത്യേകം നൊബേൽ സമിതി. നിങ്ങൾക്കറിയാം എന്താണ്, ഇന്നൊരു ദിവസം ഒരു നൊബേൽ, അടുത്ത ദിവസം അടുത്ത നൊബേൽ, അങ്ങനെയല്ലേ നമുക്ക് ഓരോന്ന് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ അല്ലെങ്കിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡോ എല്ലാം ഒരുമിച്ചല്ലേ പ്രഖ്യാപിക്കുന്നത്. ഹിന്ദി ഭാഷയ്ക്ക്, മലയാളം ഭാഷയ്ക്ക്, യുവ എഴുത്തുകാരൻ, അങ്ങനെയൊക്കെ ബാലസാഹിത്യ പുരസ്കാരം, അങ്ങനെയൊക്കെ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. ഇതങ്ങനെയാണോ? ഒരു ദിവസം ഭൗതിക ശാസ്ത്രം, അടുത്ത ദിവസം നമ്മുടെ സാഹിത്യം, അങ്ങനെ ഓരോ ദിവസം ഓരോ നൊബേൽസ് ആയിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അതിന്റെ അർത്ഥം ഓരോ പുരസ്കാരത്തിനും പ്രത്യേകം നൊബേൽ സമിതികൾ ഉണ്ട് എന്നതാണ്. അപ്പോ 1900 നിലവിൽ വന്നു. ആദ്യ നൊബേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്ത വർഷം എല്ലാവരും ഓർമ്മിച്ചു വെക്കുക, 1901. 1901 ആദ്യ നൊബേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തത് 1901 കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. 1901 ആദ്യത്തെ നൊബേൽ സമ്മാനം വിതരണം ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ആധാരമായിരിക്കുന്ന നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഠിപ്പുരയാണ്. നമ്മൾ സ്കൂൾ ക്ലാസ് മുതൽക്കേ തന്നെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ കൂടെ കൂട്ടിയിരിക്കുന്നതാണ് നമ്മുടെ പഠിപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പുരയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഇത് നോക്കൂ, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം തുടങ്ങിയ എല്ലാ നൊബേൽസും കൃത്യമായിട്ടും നമ്മുടെ പഠിപ്പുരയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കതും പഠിക്കാം, എക്സ്ട്രാ പോയിന്റ്സും പഠിക്കാം. അപ്പൊ നമുക്ക് പഠിപ്പുരയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഓരോരോ നൊബേലായിട്ട് നമുക്ക് പഠിച്ച് പോകാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യനെ കണ്ട മേരിക്ക് ഷീമോൻ ബ്രെഡ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ വൈദ്യനെ കണ്ട മേരിക്ക് ശ്രീമോൻ ബ്രെഡ് കൊടുത്തു എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാലും തെറ്റില്ല. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഷീമോൻ അല്ല ശ്രീമോനാ ഉള്ളത് അല്ലേ? എൻ്റെ വീടിന്റെ അടുത്തൊരു ശ്രീമോൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് പോയി ശ്രീമോൻ കാണുമല്ലോ. അപ്പോൾ വൈദ്യനെ കണ്ട മേരിക്ക് ശ്രീമോൻ എന്ത് കൊടുത്തു? ബ്രെഡ് കൊടുത്തു. നമ്മൾ ബ്രെഡ്, പനി പിടിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഇഷ്ടഭക്ഷണം അല്ലേ, ബ്രെഡ് അല്ലേ? അപ്പോൾ ആ ഒരു ബ്രെഡാണ് വൈദ്യനെ കണ്ട മേരിക്ക് ശ്രീമോൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, വൈദ്യശാസ്ത്ര നൊബേലാണ് പറയാൻ പോകുന്നത്. ഒരു വ്യക്തി മേരിയാണ്, ഒന്ന് ശ്രീമോനാണ്, ഒന്ന് ബ്രെഡാണ്. ഇതിൽ നിന്നും കിട്ടില്ലേ പേരുകൾ? ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് മുഴുവൻ പേരുകൾ വേണം. ഇങ്ങനെ പഠിച്ചാൽ മതിയോ? പോരാ, നമുക്ക് മുഴുവൻ പേരുകൾ വേണം. നമുക്ക് നോക്കാം. മേരി ബ്രാങ്കോ ആരാണ്? മേരി. വൈദ്യനെ കണ്ട മേരി ആരാണ്? മേരി ബ്രാങ്കോയാണ് വൈദ്യനെ കണ്ട മേരി ബ്രാങ്കോ. ഷീമോൻ, ഏത് ഷീമോനാണ്? ഷിമോൺ സക്കാഗുച്ചി. ആരാണ്? ഷിമോൺ സക്കാഗുച്ചി. അതുപോലെ ആരാണ്? ബ്രെഡ് ആരാണ്? ഫ്രെഡ് റാംസ്ഡെൽ. ആരാണ്? ഫ്രെഡ്. നിങ്ങളെ ബ്രെഡിനെ ഫ്രെഡ് ആക്കുക.
ഫ്രെഡ് റാംസ്ഡെൽ. ക്ലിയർ അല്ലേ? മേരി ബ്രാങ്കോ, ഷിമോൻ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. വൈദ്യശാസ്ത്ര നൊബേൽ. 3 പേര് മനസ്സിലായില്ലേ? ആരൊക്കെയാണ്? മേരി ബ്രാങ്കോ, ഷിമോൻ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. ഇനി മറക്കോ? വൈദ്യനെ കണ്ട മേരിക്ക് ഷിമോൻ ബ്രെഡ് കൊടുത്തു. ബ്രെഡ് കൊടുത്തത് നന്നായില്ലേ? ആരൊക്കെയാണ്? മേരി ബ്രാങ്കോ, ഷിമോൻ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്കൊന്ന് നോക്കാം എന്തിനാണ് ഈ ഒരു വൈദ്യശാസ്ത്ര നൊബേൽ 2025 വൈദ്യനെ കണ്ട മേരിക്ക് ഷീമോൻ ബ്രെഡ് കൊടുത്തു. എന്തിനു വേണ്ടി ബ്രെഡ് കൊടുത്തു എന്ന് നമുക്കൊന്ന് നോക്കാം. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥ, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് വഴിവെക്കുന്നത്. എന്താണ്? നമ്മുടെ ശരീരത്തിലെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടല്ലേ, ഒരു പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തുണ്ട്. നമ്മളൊരു ചെറിയ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. ആ പനി, പണ്ടുള്ളവർ പറയും പോലെ പനി പനിച്ചു തന്നെ തീരണം അല്ലേ? ആ പനി നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം പ്രവർത്തിച്ച് ആ പനിയെ നമ്മൾ ഓവർകം ചെയ്യുന്നു അല്ലേ? അതിനെ സപ്രസ് ചെയ്ത് നമ്മൾ അതിലെ ഓവർകം ചെയ്യുന്നു. അതിനൊരു സാഹചര്യം ഒരുക്കാനാണ് പണ്ടുള്ളവർ പറയുന്നത് പനി പനിച്ചു തന്നെ പോണം. അപ്പൊ നമുക്ക് ആ പനി അങ്ങനെ തന്നെ അങ്ങ് മാറുന്നു. അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കൊരു മുറിവുണ്ടാകുന്നു, ആ മുറിവിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. അതിലെന്താണ്? ആ പൊരിങ്ങൽ പോലെ ഇങ്ങനെ വരുന്നു. പിന്നെന്താണ്? അതിങ്ങനെ പയ്യെ അത് ഭേദമായി മാറുന്നു. ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്നത് അല്ലേ? എന്താണ്? നമ്മളൊന്നും ചെയ്യാതെ തന്നെ ആ ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം. ഈ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീര കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് വഴി നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മുടെ ശരീര കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന അസുഖങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഈ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെ എന്നത് വൈദ്യശാസ്ത്രത്തെ ഏറെ കുഴപ്പിച്ച ഒരു ചോദ്യമായിരുന്നു. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? നമുക്ക് എങ്ങനെ അതിൽ നിന്നും പുറത്തു വരാം? ഇതിനെ പറ്റിയുള്ള പഠനം പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന സുരക്ഷാ സംവിധാനമാണ് ഇത് സാധ്യമാക്കുന്നത്. നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സുരക്ഷാ സംവിധാനം ഇത് സംബന്ധിച്ച കണ്ടെത്തലിനാണ് 2025 വൈദ്യശാസ്ത്ര നൊബേൽ ആർക്കൊക്കെ? മേരിക്ക് ഷിമോൻ ബ്രെഡ് കൊടുത്തു. മേരി ബ്രാങ്കോ, ഷിമോൻ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ എന്നിവർക്ക് കിട്ടിയിരിക്കുന്നത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന കണ്ടുപിടുത്തത്തിനാണ്. ക്ലിയർ അല്ലേ? ഏതൊക്കെ രാജ്യക്കാരാണ് എന്ന് നമുക്ക് വേണം. ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിൽ പ്രൊഫസറായ ഷിമോൻ സക്കാഗുച്ചി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജപ്പാൻകാരനാണ് അല്ലേ? സിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണ്. രാജ്യം നമുക്ക് ചോദിക്കും, പരീക്ഷകളിൽ സ്ഥിര സാന്നിധ്യമാണ് നൊബേൽ ജേതാക്കളും അവരുടെ രാജ്യങ്ങളും. ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണ്. അതുപോലെ അമേരിക്കൻ ശാസ്ത്രജ്ഞയാണ് നമ്മുടെ മേരി യു എസുകാരിയാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞയാണ് മേരി ബ്രാങ്കോ. ഫ്രെഡ് റാംസ്ഡെലും എവിടെയുള്ള ആളാണ്? അമേരിക്കക്കാരനാണ്. മേരിയും ഫ്രെഡ് റാംസ്ഡെലും എവിടത്തുകാരാണ്? അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. രാജ്യങ്ങളുമായി എന്താണ്? സിമോൺ സക്കാഗുച്ചി ജപ്പാനാണ്, മേരി ബ്രാങ്കോ US ആണ്, ഫ്രെഡ് റാംസ്ഡെലും US ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ടി കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ട്രെക്സ്. എന്താണ്? ട്രെക്സ് അല്ലെങ്കിൽ റെഗുലേറ്ററി ടി കോശങ്ങളെ കുറിച്ച് സക്കാഗുച്ചി നടത്തിയ കണ്ടെത്തലുകളാണ് ഈ ഒരു പഠനത്തിലേക്ക് വഴിതെളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പരീക്ഷണം നടത്തുന്ന എലികൾ ഏത് എലികളാണ്? വെള്ള എലികൾ. അപ്പൊ ഇവിടെയും എലികളെ തന്നെയാണ് ഉപയോഗിച്ചത്. എലികളിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാക്കുന്ന
FOXP3 ജീനിലെ വ്യതിയാനങ്ങളാണെന്നും മനുഷ്യരുള്ള ജീനുകളിലും ഇത് സംഭവിക്കുന്നുവെന്നും മേരി ബ്രാങ്കോയും ഫ്രെഡ് റാംസ്ഡലും കണ്ടെത്തി. അപ്പൊ മേരി ബ്രാങ്കോയും ഫ്രെഡ് റാംസ്ഡലും എന്താണ് കണ്ടെത്തിയത്? എലികളിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണമാകുന്നത് FOXP3 ജീനിലാണ്. എന്താണ്? FOXP3 ജീനിലെ വ്യതിയാനങ്ങളാണ് എലികൾക്ക് FOXP3 ജീനിലെ വ്യതിയാനങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ മനുഷ്യരിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് മേരി ബ്രാങ്കോയും ഫ്രെഡ് റാംസ്ഡലും ചേർന്നാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്താൻ ഈ കണ്ടെത്തലുകൾ സഹായിക്കും. അപ്പൊ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. ഏതാണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രോഗശാന്തി നേടാൻ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മെ സഹായിക്കുന്നു. വൈദ്യനെ കണ്ട മേരിക്ക് ഷീമോൻ ബ്രെഡ് കൊടുത്തു. എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിന്റെ കണ്ടെത്തൽ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് ഒരു പരിഹാരമാണ് എന്ത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് വൈദ്യശാസ്ത്ര നൊബേൽ കഴിഞ്ഞ വർഷം മാർക്ക് ലഭിച്ചു. ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ കൂടി അറിയാം. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസും ഗാരി റൂക്കിനുമായിരുന്നു. ആരാണ്? വിക്ടർ ആംബ്രോസും ഗാരി റൂക്കനുമാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തികൾ. മൈക്രോ ആർ എൻ എ കണ്ടെത്തുകയും അതുവഴി ജീൻ പ്രവർത്തനങ്ങളെ ശരീരത്തിൽ എങ്ങനെ ക്രമീകരിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിനാണ് ആംബ്രോസിനും ഗാരിക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നത്. അപ്പൊ 2024 എന്താണ് വൈദ്യശാസ്ത്ര നൊബേൽ ഗാരി ചെയ്തത് ആംബ്രോസ് ആണ്. അപ്പോൾ ആംബ്രോസും ഗാരിയും, വിക്ടർ ആംബ്രോസും ഗാരി റുത്കുനുമാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കൾ. മൈക്രോ RNA കണ്ടെത്തി, അതുവഴി എന്ത് ചെയ്തു? ജീൻ പ്രവർത്തനങ്ങളെ ശരീരത്തിൽ എങ്ങനെ ക്രമീകരിക്കാം എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനാണ് 2024 പുരസ്കാരം വിക്ടർ ആംബ്രോസും ഗാരി റുത്കുനും സ്വന്തമാക്കിയത്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ 1901 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ച ആദ്യ വ്യക്തിയാണ് എമിൽ അഡോൾഫ് വോൺ ബെറിംഗ്. ആരാണ്? എമിൽ അഡോൾഫ് വോൺ ബെറിംഗ് ആണ് വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ച ആദ്യ വ്യക്തി. എമിൽ അഡോൾഫ് വോൺ ബെറിംഗ് ആണ് വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ച ആദ്യ വ്യക്തി. എന്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? ഡിഫ്തീരിയ രോഗത്തിനെതിരെ സിറം തെറാപ്പി വികസിപ്പിച്ച വ്യക്തിയാണ് എമിൽ അഡോൾഫ് വോൺ ബെറിംഗ് എന്ന് പറയുന്നത്. ഡിഫ്തീരിയ രോഗത്തിനെതിരെ സിറം തെറാപ്പി വികസിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ആരാണ്? എമിൽ അഡോൾഫ് വോൺ ബെറിംഗ്. 1901 ആദ്യത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എമിൽ അഡോൾഫ് വോൺ ബെറിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡിഫ്തീരിയ രോഗത്തിനെതിരെയുള്ള സിറം തെറാപ്പി വികസിപ്പിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാഹിത്യ നൊബേൽ നോക്കാം. അപ്പൊ സാഹിത്യ നൊബേലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഹിത്യം വരുമ്പോൾ നമുക്ക് ലാസ ഐസ്ക്രീം കഴിക്കാം. ലാസ ഐസ്ക്രീം നമ്മുടെ മഞ്ജു വാര്യരുടെ പരസ്യം ഓർമ്മയില്ലേ? അപ്പൊ മഞ്ജു വാര്യർ ഒരു എഴുത്തുകാരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കമല സുരയ്യായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ സാഹിത്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലാസ ഐസ്ക്രീം കഴിക്കാം. ലാസ ഐസ്ക്രീം. സാഹിത്യം ലാസ്ലോ ക്രാസ്നഹോർക്ക. ആരാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് സാഹിത്യ നൊബേൽ 2025 സാഹിത്യ നൊബേൽ ലഭിച്ചിരിക്കുന്നു. ലാസ്ലോ ക്രാസ്നഹോർക്ക. നല്ല പേരല്ലേ? കേൾക്കാൻ പറയാൻ നല്ല രസമുണ്ട്. മനുഷ്യാവസ്ഥയുടെ ആഴങ്ങൾ തിരയുന്ന രചനകൾ നടത്തിയ ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രാസ്നഹോർക്ക. ഹംഗേറിയൻ എഴുത്തുകാരനാണ്. നീണ്ടതും സങ്കീർണവുമായ വാക്യങ്ങൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. ചെറുവാക്യങ്ങൾ കൊണ്ട് ലോകത്തിന്റെ സങ്കീർണത പ്രതിഫലിപ്പിക്കാനാകില്ലെന്നും നമ്മുടെ സംസ്കാരം പോലും നീണ്ട വാക്യങ്ങൾ കൊണ്ടാണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സെയ്റ്റൻ ടാൻഗോ.
ഈ കൃതി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സെയ്റ്റൻ ടാൻഗോ എന്ന ആദ്യ നോവലിലൂടെ തന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ സ്വന്തം ഇടമുറപ്പിച്ച വ്യക്തിയാണ് ലാസ്ലോ ക്രാസ്നഹോർക്ക. ഈ സെയ്റ്റൻ ടാൻഗോ എന്ന് പറയുന്ന കൃതിക്ക് 2015 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 2015 ബുക്കർ സമ്മാനം ലഭിച്ച കൃതിയാണ് ഈ സെയ്റ്റൻ ടാൻഗോ. സെയ്റ്റൻ ടാൻഗോ എന്ന ആദ്യത്തെ നോവൽ. ദി മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, എ മൗണ്ടൻ ടു ദി നോർത്ത്, എ ലേക്ക് ടു ദി സൗത്ത്, ഹെർസ്റ്റ് 07769 തുടങ്ങിയവയാണ് ലാസ്ലോ ക്രാസ്നഹോർക്കയുടെ പ്രധാന കൃതികൾ. അപ്പോൾ വാർ ആൻഡ് വാർ, നമ്മൾ വാർ ആൻഡ് ലവ് എന്ന സിനിമയൊക്കെ പറയുന്നത് പോലെ വാർ ആൻഡ് വാർ, അതുപോലെ ദ മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ്, ദ മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, എ മൗണ്ടൻ ടു ദ നോർത്ത്, എ മൗണ്ടൻ ടു ദ നോർത്ത്, എ ലേക്ക് ടു ദ സൗത്ത്. ഒരു മൗണ്ടൻ എവിടാണ് നോർത്തിലേക്ക് ഒരു മൗണ്ടനും എന്താണ് സൗത്തിലേക്ക് ഒരു ലേക്കും അല്ലെ. ദ ലേക്ക് ടു ദി സൗത്ത്, എ മൗണ്ടൻ ടു ദ നോർത്ത്, വാർ ആൻഡ് വാർ, ദ മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. സെയ്റ്റൻ ടാൻഗോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ സാഹിത്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലാസ ഐസ്ക്രീം കഴിക്കണം. ലാസ്ലോ ക്രാസ്നഹോർക്ക, നല്ല പേരല്ലേ, ലാസ്ലോ ക്രാസ്നഹോർക്ക. 2025 നൊബേൽ സാഹിത്യ നൊബേൽ ജേതാവാണ് ലാസ്ലോ ക്രാസ്നഹോർക്ക. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് സാഹിത്യ നൊബേലുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ. 2024 ചരിത്രമായിരുന്നു. നമ്മുടെ ക്ലാസ് കാണുന്നവർക്കറിയാം 2024 സാഹിത്യ നൊബേൽ നേടിയ, സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ എഴുത്തുകാരി വനിതയാണ്. ഏഷ്യക്കാരൻ നമുക്കറിയാം നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏഷ്യൻ എഴുത്തുകാരി വനിത ആരാണ്? ഹാൻ കാങ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ് 2024 സാഹിത്യ നൊബേൽ ലഭിക്കുന്നത്. ഏഷ്യക്കാരിയാണ്. ആദ്യമായിട്ടാണ് ഒരു ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിക്ക് സാഹിത്യ നൊബേൽ ലഭിക്കുന്നത്. ഒരു സൗത്ത് കൊറിയക്കാർക്ക് ആദ്യമായി ലഭിച്ച സാഹിത്യ നൊബേലാണ് ഹാൻഗാങ്ങിലൂടെ അവിടെ എത്തിയിരിക്കുന്നത്. 1913 നമ്മുടെ സ്വന്തം രവീന്ദ്രനാഥ ടാഗോറാണ് സാഹിത്യ നൊബേൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനും ഏഷ്യയിൽ നിന്നുമുള്ള ആദ്യ വ്യക്തി. 1913 എത്ര വർഷം? 100 വർഷം പിന്നിട്ടു അല്ലെ. 110 വർഷത്തോളം കഴിഞ്ഞിട്ടും പിന്നൊരു സാഹിത്യ നൊബേൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആരും തന്നെ സാഹിത്യ നൊബേൽ നേടിയിട്ടില്ല എന്നത് ഒരു ദുഷ്കരമായ വാർത്ത അല്ലെ. നമുക്ക് സങ്കടം തരുന്ന വാർത്ത തന്നെയാണ്. എല്ലാവരും ഒന്ന് എഴുതി നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് എഴുതി നോക്കൂ. നമുക്കൊരു പക്ഷെ സാഹിത്യ നൊബേൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ടായാലോ? എല്ലാവരും ചെറുതായിട്ടൊക്കെ ഒന്ന് എഴുതിയൊക്കെ തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പോൾ 1913 രവീന്ദ്രനാഥ ടാഗോറാണ് സാഹിത്യ നൊബേൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ഏതാണ്? നമ്മുടെ ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന കൃതിക്കല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ കൃതി ഏതാണ്? ഗീതാഞ്ജലി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ സാഹിത്യ നൊബേൽ ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? സള്ളി പ്രുദോ. 1901 ആദ്യത്തെ സാഹിത്യ നൊബേൽ ലഭിച്ച വ്യക്തി ആരാണ്? സള്ളി പ്രുദോ. സള്ളി പ്രുദോയാണ് സാഹിത്യ നൊബേൽ ലഭിച്ച ആദ്യ വ്യക്തി. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്നു സമാധാന നൊബേൽ. സമാധാനമായിട്ട് മരിയ ഇരുന്നു കരിഞ്ഞു എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. സമാധാനമായിട്ടിരുന്ന മരിയ എന്ത് ചെയ്തു? മരിയ ഇരുന്ന് കരിഞ്ഞു. മരിയ കൊരീന മച്ചാഡോ. അതും വെറൈറ്റി പേരാണ്. ഒരാളെ ഉള്ളെങ്കിൽ നല്ല വെറൈറ്റി പേരാണ്. മരിയ കൊരീന മച്ചാഡോ 2025 സാഹിത്യ നൊബേൽ. വളരെ വളരെ വിവാദമെന്നല്ല, ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനാണ് ലഭിച്ചിരിക്കുന്നത് സമാധാന നൊബേൽ. ഏത് രാജ്യം? വെനസ്വേല. വെനസ്വേലയിൽ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സമാധാനപരമായ ഭരണമാറ്റത്തിനുമായി നടത്തിയ ധീരമായ പോരാട്ടങ്ങളിലൂടെയാണ് മരിയ കൊരീന മച്ചാഡോ ലോക ശ്രദ്ധയിലേക്ക് എത്തിയത്. ഏകാധിപത്യത്തിനെതിരെ അഹിംസയുടെ മാർഗത്തിൽ അവർ നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രചോദനമാണ്. ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന വനിത
എന്നാണ് നൊബേൽ സമിതി മരിയയെ വിശേഷിപ്പിച്ചത്? അപ്പോ മരിയ കൊരീന മച്ചാഡോയെ നമ്മുടെ നൊബേൽ സമിതി എങ്ങനെ വിശേഷിപ്പിച്ചു? ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന വനിത, ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന വനിത എന്നാണ് മരിയ കൊരീന മച്ചാഡോയെ നൊബേൽ സമിതി വിശേഷിപ്പിച്ചത്. വെനസ്വേലയിൽ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പോരാടിയ ധീര വനിതയാണ് മരിയ കൊരീന മച്ചാഡോ. നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പൊ അവരൊരു തീ ആയിരുന്നു. അവർ തീ ആയതുകൊണ്ടാണ് സമാധാനമായിട്ടിരുന്നപ്പോൾ കരിഞ്ഞു പോയത്. മരിയ കൊരീന മച്ചാഡോ മറക്കരുത്, ഒരു കാരണവശാലും മറക്കരുത്. വെനസ്വേലയിൽ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ധീര വനിത, ജനാധിപത്യത്തിന്റെ ദീപം അണയാതെ കാക്കുന്ന വനിത എന്ന് നൊബേൽ സമിതി വിശേഷിപ്പിച്ച വനിതയാണ് ആര്? മരിയ കൊരീന മച്ചാഡോ. സമാധാന നൊബേലിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ കാരണം ഡൊണാൾഡ് ട്രംപ് ആണ്. അതുകൊണ്ട് എനിക്ക് തന്നെ തരണം സമാധാന പുരസ്കാരം എന്ന് ട്രംപ് ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അവാർഡ് ട്രംപിന് സമർപ്പിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ മരിയ കൊരീന മച്ചാഡോ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നതുൾപ്പെടെയുള്ള അവകാശങ്ങൾ ഉയർത്തി സുമാറ്റെ എന്ന സംഘടന സ്ഥാപിച്ചത് മരിയയാണ്. അപ്പൊ മരിയ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? സുമാറ്റെ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് മരിയ ആരംഭിച്ച ഒരു സംഘടനയാണ് സുമാറ്റെ എന്ന സംഘടന. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ മരിയയെ ഭയന്ന ഭരണകൂടം സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്ന് തടയുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇസ്രായേലിനോടും പുലർത്തുന്ന കൂറിന്റെ പേരിൽ മരിയയെ നിശിതമായി വിമർശിക്കുന്നവരുമുണ്ട് എന്നാണ് പറയുന്നത്. പറഞ്ഞില്ലേ, മരിയ എന്ത് ചെയ്തു? ഈ ഒരു പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് സമർപ്പിച്ചു എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മരിയ കൊരീന മച്ചാഡോ. വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റിനെ കൂടി പഠിച്ചു വെക്കുക. നിക്കോളാസ് മഡൂറോയാണ് വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റ്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. നിക്കോളാസ് മഡൂറോയാണ് വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ്? സമാധാനത്തോടെ ഇരുന്ന് കരിഞ്ഞു മരിയ കൊരീന മച്ചാഡോ. അവർക്കാണ് ഈ വർഷത്തെ സമാധാന പുരസ്കാരം. വെനസ്വേലയിലെ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ധീര വനിതയാണ് മരിയ കൊരീന മച്ചാഡോ. ഓക്കെ, 2024 സമാധാന നൊബേൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലഭിച്ചത് ഒരു വ്യക്തിക്കല്ല, ഒരു സംഘടനയ്ക്കാണ്. നിഹോൺ ഹിഡാൻക്യോ. നമ്മൾ എല്ലാവരും കഴിഞ്ഞ വർഷം ഒത്തിരി പഠിച്ച കാര്യം അല്ലേ? എന്താണ് നിഹോൺ ഹിഡാൻക്യോ? എന്താണ് നിഹോൺ ഹിഡാൻക്യോ? ഹിരോഷിമ നാഗസാക്കി ആണവ സ്ഫോടനങ്ങളിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ജപ്പാനീസ് സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. അതായത് നമ്മുടെ ഹിബാകുഷകൾ ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ഇവരെന്ത് ചെയ്യുന്നു? ആണവ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലോക ജനതയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. ആരും എന്ത് ചെയ്ത് ആണവ പരീക്ഷണങ്ങൾ നടത്തരുത്, ആണവായുധങ്ങൾ ഉപയോഗിക്കരുത്, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് എന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ലോകം മുഴുവൻ ലോക ജനങ്ങളോട് വിളിച്ച് പറയുന്ന ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാന നൊബേൽ ലഭിച്ചത് നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഈ കാണുന്ന വ്യക്തി ആരാണ്? ഇത് നിഹോൺ ഹിഡാൻക്യോ ആണോ? അല്ല, ഇതെന്താണ്? അതിന്റെ നിലവിലെ നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? തോഷിയുകി മിമാക്കി. അദ്ദേഹം ഒക്കെ ഒരു ഹിബാകുഷയാണ്. അതായത് ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? തോഷിയുകി മിമാക്കിയാണ് ഇതിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തി. ക്ലിയർ അല്ലേ? അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നൊബേൽ സമ്മാനം പഠിച്ചത് അല്ലേ? ആരാണ്? തോഷിയുകി മിമാക്കി. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആദ്യമായി ലഭിച്ചത് ഹെൻറി ഡ്യുനന്റിനും ഫെഡറിക് പാസിക്കുമാണ്. ഹെൻറി ഡ്യുനന്റ് ആൻഡ് ഫെഡറിക് പാസി 2 പേർക്കാണ് ലഭിച്ചത്. 1901 ആദ്യത്തെ സമാധാന നൊബേൽ ലഭിച്ച വ്യക്തികളാണ് ഹെൻറി ഡ്യുനന്റും ഫെഡറിക് പാസിയും. ഹെൻറി ഡ്യുനന്റിനെ നമുക്കറിയാം, എന്താണ്? നമ്മുടെ റെഡ് ക്രോസ് എന്ന സംഘടനയുടെ
സ്ഥാപകനാണ് ഹെൻറി ഡ്യുനൻ. റെഡ് ക്രോസ് ഏതാണ് സംഘടന? റെഡ് ക്രോസ്. റെഡ് ക്രോസിന്റെ സ്ഥാപകനാണ് ഹെൻറി ഡ്യുനൻ. അതുപോലെ ഫ്രെഡറിക് പാസി ഫ്രഞ്ച് സമാധാനവാദിയായിരുന്നു. ഫ്രഞ്ച് സമാധാനവാദിയായിരുന്ന വ്യക്തിയാണ് ഫ്രെഡറിക് പാസി. 1901 ആദ്യത്തെ സമാധാന നൊബേൽ ലഭിച്ച വ്യക്തികളാണ് ഹെൻറി ഡ്യുനന്റും ഫ്രെഡറിക് പാസിയും. അടുത്ത നൊബേൽ അടുത്ത കോഡിലൂടെ നമുക്ക് പഠിക്കാം. ക്ലർക്ക് ജോൺ മാർട്ടിന്റെ മീശയിൽ പിടിച്ചു. ക്ലർക്ക് ജോൺ മാർട്ടിന്റെ മീശയിൽ പിടിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും മീശ എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലോ, മീശ അല്ലേ, മീശ അല്ലല്ലോ എന്ന്. നമുക്ക് പഠിക്കാൻ മീശായെ മാറ്റി മീശായാക്കി മാറ്റിയാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. ക്ലർക്ക് ജോൺ എന്ത് ചെയ്തു? മാർട്ടിന്റെ മീശയിൽ പിടിച്ചു വലിച്ചു. മീശയിൽ എന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. ക്ലർക്കിന്റെ മീശയിൽ പിടിച്ചു വലിച്ചു. ക്ലർക്ക് ജോൺ മാർട്ടിന്റെ മീശയിൽ പിടിച്ചു വലിച്ചു. ഭൗതിക ശാസ്ത്ര നൊബേലിന്റെ കോഡാണ് ഈ പറഞ്ഞത്. ക്ലർക്ക് ജോൺ മാർട്ടിന്റെ മീശയിൽ പിടിച്ചു വലിച്ചു. ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറ, ജോൺ മാർട്ടിനസ്. ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറ, ജോൺ മാർട്ടിനസ്. ക്ലർക്ക് ജോൺ ക്ലാർക്ക്, മാർട്ടിൻ, ജോൺ മാർട്ടിനസ്. മാർട്ടിൻ ആരാണ്? ജോൺ മാർട്ടിനസ്. അതിനാണ് ഈ ഒരു ജോൺ സെന്ററിൽ എഴുതിയിരിക്കുന്നത്. ക്ലർക്ക് ജോൺ ക്ലാർക്ക്, ജോൺ മാർട്ടിനസ്. ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനസ്. ക്ലർക്ക് ജോൺ മാർട്ടിന്റെ മിഷേൽ പിടിച്ചു. ജോൺ ക്ലാർക്ക്, ജോൺ മാർട്ടിനസ്. അടുത്തത് മിഷേൽ ഡെവോറെ. ഇവർ 3 പേരുമാണ് 2025 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ. ഭൗതിക ശാസ്ത്ര നൊബേൽ എന്തിനാണ് കൊടുത്തത് നമുക്ക് നോക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ച ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൽ നിർണായ കണ്ടെത്തലുകൾ നടത്തുകയും ക്വാണ്ടം ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയൊരുക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞർക്കാണ് ഭൗതിക ശാസ്ത്ര നൊബേൽ. എന്തിനാണ് ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു കണ്ടുപിടുത്തം. എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഇതിന്റെ നിർണായ കണ്ടെത്തലുകൾ നടത്തുകയും കൂടാതെ ക്വാണ്ടം ഇൻഫർമേഷൻ ടെക്നോളജി, എന്താണ്? ഒരു ശാസ്ത്രശാഖ തന്നെ അവിടെ രൂപപ്പെട്ടു. എന്താണ്? ക്വാണ്ടം ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയൊരുക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞർക്കാണ്. ആരൊക്കെയാണ്? ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനസ്, മിഷേൽ ഡെവോറെ. ആരൊക്കെയാണ്? ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനസ്, മിഷേൽ ഡെവോറെ. എന്താണ്? ക്വാണ്ടം ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഒരു ശാസ്ത്രശാഖ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് കണ്ടെത്തി. ഇതിനാണ് ഇവർക്ക് 3 പേർക്കും 2025 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോഴിനി ഇവർ ഏത് രാജ്യക്കാർ നമുക്കറിയണം, നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനും കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസറുമാണ് ജോൺ ക്ലാർക്ക്. ജോൺ ക്ലാർക്ക് ചില്ലറക്കാരനല്ല, ബ്രിട്ടീഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജോൺ ക്ലാർക്ക്. ഫ്രഞ്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര്? മിഷേൽ ഡെവോറെ. ഫ്രഞ്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര്? മിഷേൽ ഡെവോറെ ഫ്രഞ്ച് അമേരിക്കനും. ജോൺ ക്ലർക്ക് ഏതാണ്? ബ്രിട്ടീഷ് അമേരിക്കൻ. അപ്പൊ ജോൺ ക്ലർക്ക് ആയത് BA പഠിച്ചിട്ടാണ് കേട്ടോ. ജോൺ ക്ലർക്ക് ആയത് BA പഠിച്ചിട്ടാണ്. BA കാരനാണ് ജോൺ ക്ലർക്ക് ആയത് BA പഠിച്ചിട്ടാണ്. എന്താണ്? ബ്രിട്ടീഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജോൺ ക്ലർക്ക്. മിഷേൽ ഡെവോറെ എന്താണ്? ഫ്രഞ്ച് അമേരിക്കൻ എന്താണ്? ശാസ്ത്രജ്ഞനാണ് ആര്? മിഷേൽ ഡെവോറെ. അതുപോലെ തന്നെ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ജോൺ മാർട്ടിനസ്. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഇവരുടെ 3 പേരിലെയും കോമൺ ഫാക്ടർ ആണ് അമേരിക്ക. അതിൽ ജോൺ ക്ലർക്ക് BA പഠിച്ചു, മിഷേൽ ഡെവോറെ FA ആണ്, അതായത് ഫ്രഞ്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. എന്നാൽ നമ്മുടെ ജോൺ മാർട്ടിനസ് പ്യൂർ അമേരിക്ക, പ്രശസ്തനായ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആര്? ജോൺ മാർട്ടിനസ്. ഗൂഗിളിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രോജക്റ്റിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ആര്? ജോൺ മാർട്ടിനസ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ക്വാണ്ടം പ്രതിഭാസം നമ്മൾ കേൾക്കുമ്പോൾ അത് സൂക്ഷ്മമായ കണികകളിൽ മാത്രം നടക്കുന്ന പ്രതിഭാസം അല്ല, അങ്ങനെയല്ല. ക്വാണ്ടം പ്രതിഭാസം അതിസൂക്ഷ്മമായ കണികകളിൽ മാത്രമല്ല, വലിയ സംവിധാനങ്ങളിലും പ്രകടമാകുന്നു എന്നാണ് അവർ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത്. സൂക്ഷ്മ കണികകളിൽ മാത്രമല്ല ക്വാണ്ടം പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത്, വലിയ സംവിധാനങ്ങളിലും നമുക്ക് ക്വാണ്ടം പ്രതിഭാസം കാണാനാകും എന്നാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിവേഗമുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണത്തിന് ഇവരുടെ ഗവേഷണം വഴിയൊരുക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലർക്ക് ജോൺ മാർട്ടിന്റെ മിഷേൽ പിടിച്ചു. ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനസ്, മിഷേൽ ഡവോറെ 2025 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം. 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവർ ആരാണ്? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനുമാണ് 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ക്ലിയർ അല്ലേ? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും മെഷീൻ ലേണിംഗ് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്. ക്ലിയർ അല്ലേ? ഒരു ഇന്ത്യക്കാരന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. ആരാണ്? സി വി രാമൻ, ഡോക്ടർ ചന്ദ്രശേഖര വെങ്കടരാമൻ, അല്ലെങ്കിൽ നമ്മുടെ സി വി രാമൻ. വർഷം പറയാവോ? 1930 സി വി രാമൻ, ഡോക്ടർ ചന്ദ്രശേഖര വെങ്കടരാമൻ അഥവാ നമ്മുടെ സി വി രാമൻ. ക്ലിയർ അല്ലേ? ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സി വി രാമൻ. വെളിച്ചം ഒരു വസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ തരംഗ ദൈർഘ്യത്തിൽ സംഭവിക്കുന്ന മാറ്റത്തെ പറ്റിയുള്ള പഠനം അഥവാ നമ്മുടെ രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിനാണ് 1930 സി വി രാമന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിന്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തിയാണ് വില്യം റോൺജൻ. ആരാണ്? വില്യം റോൺജൻ ആണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തികളെ പഠിച്ചു വെക്കുക. ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ച ആദ്യ വ്യക്തിയാണ് വില്യം റോൺജൻ. എന്താണ് വില്യം റോൺജൻ കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചതിനാണ് വില്യം റോൺജൻ ഈ പുരസ്കാരം ലഭിക്കുന്നത്. എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? വില്യം റോൺജൻ. എക്സ്റേ കണ്ടുപിടിച്ചതിനാണ് വില്യം റോൺജന് ആദ്യത്തെ ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിക്കുന്നത്. അടുത്തത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. ഇതിന്റെ അർത്ഥം ആരും എന്നോട് ചോദിക്കരുതേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എനിക്കറിയില്ല. ഒരു കോഡ് കണ്ടുപിടിച്ച് വന്നപ്പോൾ ഞാനൊരു ബംഗാളിയായി മാറി. ഇത് ബംഗാളിയാണോ ഹിന്ദിയാണോ എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. ജോയൽ കോ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ. പറയാൻ നല്ല രസമില്ലേ? ജോയൽ കോ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ. ജോയൽ കോ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ. ജോയൽ കോ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ. കോഡ് കിട്ടി. സമ്പത്തുണ്ട്, സാമ്പത്തിക ശാസ്ത്രം. ജോയൽ കോ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ. കോഡ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കമന്റിലൂടെ അറിയാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജോയൽ മോക്കിർ. സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ. ഫിലിപ്പ് ആരാണ്? ഫിലിപ്പ് ആ ഗയാ. ഫിലിപ്പ് ആഗിയൻ. പീറ്റർ ഹോവിറ്റ്. ജോയൽ കാ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ. ജോയൽ മോക്കിർ ആരാണ്? ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ കോ സമ്പത്ത് കെ ലിയെ ഫിലിപ്പ് ആ ഗയാ പീറ്റർ ഹോ ഗയാ.
ഓക്കെ, കോഡ് ക്ലിയർ ആണ്, വ്യക്തികളുടെ പേര് ക്ലിയർ ആണ്. എന്തിന് ലഭിച്ചു നമുക്ക് നോക്കാം. സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന ചാലക ശക്തിയായ നൂതനാശയങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്ക്, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യ, നമുക്കിപ്പോൾ AI ടെക്നോളജി ഒരുപാട് സംഭവങ്ങളുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്ന പഠനത്തിനാണ് 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജോയൽകോ സമ്പത്ത് के लिए ഫിലിപ്പ് ആഗയ പീറ്റർ ഹോഗയാക്ക് ലഭിച്ചിരിക്കുന്നത്. ജോയൽ മോക്കിയർ, ഫിലിപ്പ് ആഗിയൻ, പീറ്റർ ഹോവിറ്റ്. ക്ലിയർ അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും എത്രത്തോളം പ്രധാനകരമാണെന്ന് ഈ 3 ഗവേഷകരും തെളിയിച്ചു. ചരിത്രപരമായ നിരീക്ഷണങ്ങളിലൂടെയാണ് ജോയൽ മോക്കിയർ തന്റെ പഠനങ്ങൾ നടത്തിയത്. സാങ്കേതിക പുരോഗതിയിലൂടെ ഒരു രാജ്യത്തിന് എങ്ങനെ സുസ്ഥിരമായ വളർച്ച കൈവരിക്കാനാകും എന്നതിനെ കുറിച്ചുള്ള നിർണായകമായ തിരിച്ചറിവുകൾ അദ്ദേഹം പകർന്നു. ഫിലിപ്പ് ആഗിയൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, പീറ്റർ ഹോവിറ്റ് ബ്രൗൺ യൂണിവേഴ്സിറ്റി US ചേർന്നാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ആശയത്തെ ഗണിതശാസ്ത്രപരമായി വിശദീകരിച്ചത്. എന്താണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ആശയത്തെ ഗണിതശാസ്ത്രപരമായി വിശദീകരിച്ചു. ആരൊക്കെയാണ്? ഫിലിപ്പ് ആഗിയനും പീറ്റർ ഹോവിറ്റും എന്ത് ചെയ്തു? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ ഗണിതപരമായിട്ട് എന്ത് ചെയ്തു? വിശദീകരിച്ചു. പുതിയതും മികച്ചതുമായ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പഴയവ ഇല്ലാതാകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. നമ്മൾ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ പഴയ സാങ്കേതിക വിദ്യ എന്ത് ചെയ്യും? ഉപയോഗശൂന്യമാകും. അത് ഉപയോഗിക്കാതെ അവ എന്ത് ചെയ്യുന്നു? ഇല്ലാതായി പോകുന്നു. ഈ പ്രക്രിയയാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ വിശദീകരിച്ചു, ഗണിതശാസ്ത്രപരമായി വിശദീകരിച്ചു. ആരൊക്കെ? ഫിലിപ്പ് ആഗിയനും പീറ്റർ ഹോവിറ്റും. നിങ്ങൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. എന്താണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്? പുതിയ സാധനങ്ങൾ വരുമ്പോൾ പഴയത് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു, പഴയവ ഇല്ലാതാകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോൺ, എല്ലാവരുടെ കയ്യിലും ടച്ച് ഫോണുകളാണ് കയ്യിലിരിക്കുന്നത്. പഴയ ഫോണുകൾ, നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ ഫോണുകൾ തന്നെ എന്താണ്? അത് ചീത്തയായി പോയിട്ടില്ല, നമ്മൾ ഉപയോഗിക്കാതിരുന്ന് എന്ത് ചെയ്തു? നശിച്ചു പോയി. അങ്ങനെ പഴയവ ഇല്ലാതാകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ക്രിയേറ്റിവിറ്റിയിലൂടെ ഒരു ഡിസ്ട്രക്ഷൻ, ഒരു നാശനഷ്ടം ഉണ്ടാകുന്നു. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ പഠിച്ചതിനാണ് ആരൊക്കെയാണ്? പീറ്റർ ഹോവിറ്റും അതുപോലെ തന്നെ ഫിലിപ്പ് ആഗിയനുമാണ് ഈ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ കൊണ്ടുവരുന്നത്. ക്ലിയർ അല്ലേ? ഓർത്ത് വെക്കുക. ജോയൽ മോക്കിയറും US കാരനാണ്. ഓർക്കുക, US കാരനാണ്. ഫിലിപ്പ് ആഗിയൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, പീറ്റർ ഹോവിറ്റും US ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമുക്ക് സാമ്പത്തിക ശാസ്ത്രം കഴിഞ്ഞ വർഷം ആർക്ക് ലഭിച്ചു? 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആരാണ്? ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A റോബിൻസൺ. ആരൊക്കെയാണ്? ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A റോബിൻസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപീകരണവും അവയുടെ അഭിവൃദ്ധിക്കുള്ള പ്രാധാന്യവും സംബന്ധിച്ച പഠനത്തിനാണ് അവർക്ക് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചത്. അതായത് നമ്മുടെ സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ സമ്പദ് സമൃദ്ധിയെ, എങ്ങനെ ഒരു രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുന്നു എന്ന പഠനത്തിനാണ് ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A റോബിൻസൺ എന്നിവർക്ക് 2024 സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. ഇത് രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ കുറിച്ചുള്ള പഠനത്തിനുള്ള അംഗീകാരമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാമ്പത്തിക നൊബേൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ആരാണ്? അമർത്യ സെൻ. 1997 അമർത്യ സെൻ സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്.
സാമൂഹ്യക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൽകിയ സംഭാവനകൾക്കും ദാരിദ്ര്യവും അസമത്വവും സംബന്ധിച്ച ഗവേഷണങ്ങൾക്കുമാണ് അമർത്യ സെന്നിന് 1997 സാമ്പത്തിക നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അമർത്യ സെന്നിനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. 2019 നൊബേൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക നൊബേൽ ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ആര്? അഭിജിത് ബാനർജി. ആരാണ്? അഭിജിത് ബാനർജി. ഇടയ്ക്ക് ഒരു വാർത്തയുണ്ടായിരുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം യു എസ് വിടുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അവർ US വിട്ട് വേറൊരു സ്ഥലത്തേക്ക് റിസർച്ചിനായിട്ട് പോവുകയാണ്. അഭിജിത് ബാനർജിയാണ് 2019 സാമ്പത്തിക നൊബേൽ ലഭിച്ച ഇന്ത്യൻ വംശജൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കൂടെ വേറൊരാൾക്കും ചേർന്ന് 3 പേർക്കാണ് 2019 സാമ്പത്തിക നൊബേൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ എസ്തർ ദഫ്ലോ. ആരാണ്? എസ്തർ ദഫ്ലോയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. കൂടാതെ ഒരു വ്യക്തിക്ക് കൂടിയുണ്ട്, മൈക്കേൽ ക്രമർ. അങ്ങനെ 3 പേർക്കാണ് 2019 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. അഭിജിത് ബാനർജിയാണ് ഇന്ത്യൻ വംശജൻ. ഓക്കെ, ക്ലിയർ അല്ലേ? 2019 ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കോഡ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ലൈവ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. സുമയുടെ സൺ രസമുള്ള യാഗം നടത്തി. അപ്പൊ സുമയുടെ സൺ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, സൺ എന്ന് തന്നെയാണ്. സുമയുടെ സൺ രസമുള്ള യാഗം നടത്തി. രസമുള്ള കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, രസതന്ത്ര നൊബേലാണ് പറയാൻ പോകുന്നത്. സുമയുടെ സൺ രസമുള്ള യാഗം നടത്തി. ആരൊക്കെയാണ്? സുമ ആരാണ്? സുസുമു കിറ്റഗാവ. എന്താണ്? സൺ ആരാണ്? റിച്ചാർഡ് റോബ്സൺ. ആരാണ്? റിച്ചാർഡ് റോബ്സൺ ആണ് സൺ. സുമയുടെ സൺ രസമുള്ള യാഗം നടത്തി. യാഗം ആരാണ്? ഒമർ യാഗിയാണ് യാഗം. ആരാണ്? സുമയുടെ സൺ രസമുള്ള യാഗം നടത്തി. സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി 2025 രസതന്ത്ര നൊബേൽ ജേതാക്കളാണ്. സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. എന്തിനാണ് കിട്ടിയത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദാർത്ഥത്തിന്റെ കണ്ടുപിടുത്തമാണ്. കൃത്യമായി പഠിച്ചു വെക്കുക. MOFകൾ. എന്താണ് MOF? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ MOFകളുടെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ. MOF ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു സംവിധാനമാണ് MOFകളുടെ കണ്ടുപിടുത്തം. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. എന്താണ്? 21ാം നൂറ്റാണ്ടിന്റെ പദാർത്ഥം എന്ന് നമ്മുടെ നൊബേൽ കമ്മിറ്റി വിശേഷിപ്പിച്ച പദാർത്ഥമാണ് MOF എന്ന് പറയുന്നത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് പദാർത്ഥങ്ങളെ കുറിച്ചുള്ള ഗവേഷണമാണ് രസതന്ത്ര നൊബേലിന് അർഹമായത്. ലോഹ അയോണുകളെ, എന്താണ് MOFകൾ എന്ന് നമുക്ക് നോക്കാം. ലോഹ അയോണുകളെ കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങളാൽ ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന ഘടനകളാണിവ. എന്താണ്? ലോഹ അയോണുകളെ കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങളുമായി ബന്ധിപ്പിച്ച്, കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങളുമായിട്ട് ലോഹ അയോണുകളെ ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന ഘടനകളാണ് എന്തെന്ന് പറയുന്നത്? MOF എന്ന് പറയുന്നത്. അതേ നോക്ക്, മെറ്റൽ ഓർഗാനിക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? കാർബൺ അടങ്ങിയിട്ടുള്ളതിനല്ലേ നമ്മൾ പഠിക്കുന്നില്ലേ? ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ പഠിക്കാറുണ്ട്. കാർബൺ അടങ്ങിയിട്ടുള്ളതല്ലേ മെറ്റൽ എന്ന് പറയുമ്പോൾ ലോഹം. അപ്പൊ ലോഹ അയോണുകളെ കാർബൺ അധിഷ്ഠിത സംയുക്തങ്ങളുമായി ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന ഘടനകളാണ് എന്തെന്ന് പറയുന്നത്? MOFകൾ അഥവാ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ. ഖരാവസ്ഥയിൽ ഈ സംയുക്തങ്ങൾ ധാരാളം സുഷിരങ്ങളോട് കൂടിയ ക്രിസ്റ്റലുകളായി മാറുന്നു. അപ്പോൾ നമ്മുടെ MOFകൾ ഖരാവസ്ഥയിൽ എങ്ങനെ കാണപ്പെടുന്നു? ഖരാവസ്ഥയിൽ ഇവ എന്ത് ചെയ്യുന്നു? സുഷിരങ്ങളോട് കൂടിയ ക്രിസ്റ്റലുകളായി മാറുന്നു. ഈ സുഷിരങ്ങളുടെ വലിപ്പം അനുസരിച്ച് വിവിധ വസ്തുക്കളെ ആഗിരണം ചെയ്യാനും സംഭരിക്കാനും ഈ MOFകൾക്ക് കഴിയും. അപ്പോൾ ഈ ഒരു സുഷിരം ഉപയോഗിച്ച് വിവിധ വസ്തുക്കളെ അവർക്ക് ആഗിരണം ചെയ്യാനും അതുപോലെ സംഭരിച്ചു വെക്കുവാനും MOFകൾക്ക് കഴിയും.
ഒമർ യാഗി MOFന്റെ സവിശേഷതകൾ കണ്ടെത്തിയപ്പോൾ ഇവയിൽ നാനോ അറകൾ ഉണ്ടാക്കി ഗവേഷണം നടത്തിയ കിറ്റഗാവയും പലതരം ഉപയോഗ സാധ്യതകൾ തേടിയ റോബ്സണും ഗവേഷണത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ MOFകളെ കണ്ടെത്തിയത് ആരാണ്? ഒമർ യാഗിയാണ്. അതുപോലെ അതിനകത്ത് ഒരുപാട് സുഷിരങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? കിറ്റഗാവയാണ്. അതുപോലെ ഇത് ഒരുപാട് ഉപയോഗ സാധ്യതകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? റിച്ചർഡ് റോബ്സൺ ആണ്. അപ്പോൾ ഇവർ 3 പേരും ചേർന്നുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് MOFനെ എന്ത് ചെയ്തു? വളർത്തി വലുതാക്കുകയാണ് ചെയ്തത്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളിലൂടെയും ആരോഗ്യ രംഗത്തും ഇത് വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമാകും. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളെ പിടിച്ചെടുക്കാനും മരുന്നുകൾ ശരീരത്തിന്റെ നിശ്ചിത ഭാഗങ്ങൾ കൃത്യമായി എത്തിക്കാനുമെല്ലാം ഇത് സഹായകമാകും. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയിലെ സുസുമ കിറ്റഗാവ, ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ. അതുപോലെ സുസുമ കിറ്റഗാവ ജപ്പാനാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജപ്പാനാണ് സുസുമ കിറ്റഗാവ. അതുപോലെ കാലിഫോർണിയ സർവകലാശാലയുടെ പ്രൊഫസറാണ് ഒമർ യാഗി. US കാരനാണ്. കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസറാണ് ഒമർ യാഗി. ഇവർ 3 പേരുമാണ് MOFകളുടെ ആ ഒരു പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ഈ ഒരു നേട്ടം വളരെ മികച്ചതാക്കിയത്. MOFനെ ഓർക്കുക, ഈ നൂറ്റാണ്ടിന്റെ പദാർത്ഥം, 21ാം നൂറ്റാണ്ടിന്റെ പദാർത്ഥം എന്നാണ് MOFനെ നൊബേൽ കമ്മിറ്റി വിശേഷിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ 2024 രസതന്ത്ര നൊബേൽ നേടിയ വ്യക്തി ആരാണ്? ഡേവിഡ് ബെക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എൻ ജംബർ. ഡേവിഡ് ബെക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ഹംബർ എന്നിവരാണ് 2024 രസതന്ത്ര നൊബേൽ ജേതാക്കൾ. ഡേവിഡ് ബെക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനും ഡെമിസ് ഹസാബിസ്, ജോൺ ജംബർ സംയുക്തമായി പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ് പുരസ്കാരം. ഇവിടെയാണ് നമുക്ക് ആ ചോദ്യം വന്നത്. എന്താണ്? ഡേവിഡ് ബെക്കറിന് സമ്മാനത്തിന്റെ പകുതി തുകയും ഡെമിസ് ഹസാബിസിനും ജോൺ ജംബറിനും ബാക്കി പകുതി തുക ഇവർക്ക് 2 പേർക്കുമായിട്ടാണ് ലഭിച്ചത്. ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ് വന്നത്. ഡേവിഡ് ബെക്കർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനാണ് അദ്ദേഹത്തിന് ഈ ഒരു നൊബേൽ ലഭിക്കുന്നത്, രസതന്ത്ര നൊബേൽ ലഭിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തത്. ഡെമിസ് ഹസാബിസും ജോൺ ജംബറിനും സംയുക്തമായിട്ടാണ് പ്രോട്ടീൻ ഘടന പ്രവചനത്തിന് പുരസ്കാരം ലഭിച്ചത്. രണ്ടും പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പഠനമാണ്. ഒന്ന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും മറ്റൊന്ന് എന്താണ്? പ്രോട്ടീൻ ഘടനാ പ്രവചനമാണ്. അതവർ 2 പേരും ആരൊക്കെ? ഡെമിസ് ഹസാബിസും ജോൺ ജംബറും ചേർന്നാണ് അത് കണ്ടെത്തിയത്. ഡേവിഡ് ബെക്കർ ഒറ്റയ്ക്കാണ് ആ ഒരു കണ്ടെത്തൽ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പകുതി തുക ആർക്ക് പോയി? ഡേവിഡ് ബെക്കറിന് പോയി. ബാക്കി പകുതി ഡെമിസ് ഹസാബിസും ജോൺ ജംബറും ചേർന്ന് പങ്കിടുകയാണ് ചെയ്തത്. രസതന്ത്ര നൊബേൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് R വെങ്കിട്ടരാമൻ. ആരാണ്? R വെങ്കിട്ടരാമൻ. 2009. അദ്ദേഹത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യക്കാരനെന്ന് പറയാനാകില്ല. സത്യം പറഞ്ഞാൽ രസതന്ത്ര നൊബേൽ ലഭിച്ച ഇന്ത്യക്കാരനില്ല. കാരണം അദ്ദേഹം അമേരിക്കൻ പൗരനാണ്. അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് R വെങ്കിട്ടരാമൻ. എന്നാലും നൊബേൽ അല്ലേ, നമുക്ക് ക്രെഡിറ്റ് കളയാൻ പറ്റില്ല. 2009 വെങ്കിട്ടരാമന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യക്കാരനെന്ന് നമുക്ക് വെങ്കിട്ടരാമനെ പറയാൻ പറ്റില്ല. അദ്ദേഹം അമേരിക്കൻ പൗരൻ എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു നൊബേൽ സമ്മാനം കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും PSC പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിച്ചേ പറ്റൂ. R വെങ്കിട്ടരാമനാണ് രസതന്ത്ര നൊബേൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പൊ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തികളാണ് റാഗ്നർ ഫ്രിഷും അതുപോലെ തന്നെ ജാൻ ടിൻബെർഗും. ആരൊക്കെയാണ്? റാഗ്നർ ഫ്രിഷും ജാൻ ടിൻബെർഗുമാണ് സാമ്പത്തിക നൊബേൽ ലഭിച്ച ആദ്യത്തെ വ്യക്തികൾ. 1969 ആദ്യ സാമ്പത്തിക നൊബേൽ നൽകിയതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ബാക്കിയെല്ലാം 1901 സാമ്പത്തിക നൊബേൽ പിൽക്കാലത്താണ് ആരംഭിക്കുന്നത്. 1969 ആദ്യ സാമ്പത്തിക നൊബേൽ നൽകിയത്.
1901 ആദ്യ രസതന്ത്ര നൊബേൽ ലഭിച്ച വ്യക്തി ജേക്കബ് വാൻ ഹോഫ് ആണ്. ആരാണ്? ജേക്കബ് വാൻ ഹോഫ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ജേക്കബ് വാൻ ഹോഫ് ആണ് രസതന്ത്ര നൊബേൽ 1901 ലഭിച്ച വ്യക്തി. ജേക്കബ് വാൻ ഹോഫ് 1969 ആദ്യമായിട്ട് സാമ്പത്തിക നൊബേൽ സമ്മാനം നൽകിയതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പൊ നൊബേൽ സമ്മാനത്തെ പറ്റി ഏകദേശം എല്ലാ വിവരങ്ങളും തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്തിക്കാത്ത, അതായത് നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് രൂപത്തിൽ ഷെയർ ചെയ്യുക. നിങ്ങളിലുള്ള അറിവ് കൂടുതൽ പേരിലേക്ക് എത്തട്ടെ. എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുമ്പോഴാണ് അറിവ് വർദ്ധിക്കുന്നത്, അല്ലെ? നമുക്കറിയാവുന്നത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്